നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സ്ഥാനം പാലക്കാട് ഏജൻസിയുടെ ടിക്കറ്റിന്. മലമ്പുഴ പുഷ്പമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. രാജ്യത്തെ ആദ്യ വനിതാ റെസ്റ്റ് ഹൌസ് കേരളത്തിൽ നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ചിന്മയ മിഷൻ ഗീതാജ്ഞാനയജ്ഞം ഇന്നു മുതൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാനം XC22409 എന്ന ടിക്കറ്റിന്. പാലക്കാട് ഷാജഹാൻ എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റാണിത്. തിരുവനന്തപുരം സ്വദേശിയായ സബ് ഏജന്റ് ദുരൈരാജാണ് പാലക്കാട് നിന്ന് ടിക്കറ്റ് വാങ്ങിയത്. കിഴക്കേക്കോട്ട ലക്ഷ്മി ലക്കി സെന്ററിലാണ് ടിക്കറ്റ് വിറ്റത്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. നികുതി കഴിഞ്ഞുള്ള തുക ജേതാവിന് ലഭിക്കും. മറ്റു സീരീസുകളിലെ ഇതേ നമ്പറിന് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും. തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ് നടന്നത്. ധനമന്ത്രി ബാലഗോപാലാണ് ഒന്നാം സമ്മാന നറുക്കെടുപ്പ് നിർവഹിച്ചത്. രണ്ടാം സമ്മാനമായി 20 പേർക്ക് 1 കോടി രൂപ വീതം ലഭിക്കും. XE409265, XH316100, XK424481, XH388696, XL379420, XA324784, XG307789, XD444440, XB311505, XA4652994, XD314511, XC483413, XE398549, XK105413, XE319044, XB279240, XJ103824, XE243120, XB378872, XL1421156 എന്നീ നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനം. ആകെ 45 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. പാലക്കാടാണ് കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. മുൻ വർഷം 16 കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനം. 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം മൂന്നാം സമ്മാനമായി ലഭിക്കും. 20 പേർക്ക് 3 ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും ആകെ 60 ലക്ഷം. ഓരോ സീരീസുകളിലും 2 സമ്മാനം വീതം. 20 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവും ആകെ 40 ലക്ഷം. ഓരോ സീരീസുകളിലും 2 സമ്മാനം മുതൽ അവസാന 4 അക്കത്തിന് 400 രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആകെ 6,91,300 സമ്മാനങ്ങളാണ് ഇന്ന് നറുക്കെടുപ്പിലുള്ളത്. പുഷ്പമേളയ്ക്ക് മലമ്പുഴ ഉദ്യാനത്തിൽ തുടക്കം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും മലമ്പുഴ ജലസേചന വകുപ്പും ചേർന്നാണ് പുഷ്പമേള ഒരുക്കുന്നത്. എ പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനുമോൾ അധ്യക്ഷയായി. കളക്ടർ ഡോക്ടർ എസ് ചിത്ര, മലമ്പുഴ പഞ്ചായത്ത് അധ്യക്ഷ രാധിക മാധവൻ, ഉപാധ്യക്ഷ സുമലത മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് വാഴപ്പിള്ളി, സലജ സുരേഷ്, വി ഹേമലത, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി എസ് അനിൽകുമാർ, ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി മോഹൻ, DTPC സെക്രട്ടറി ഡോക്ടർ സിൽബർട്ട് ജോസ് എന്നിവർ പ്രസംഗിച്ചു. രാവിലെ 8 മുതൽ രാത്രി 8:30 വരെയാണ് മേള. 28-ന് സമാപിക്കും. മുതിർന്നവർക്ക് 50 രൂപയും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വൈദ്യുത അലങ്കാര പ്രദർശനവുമുണ്ട്. മെരിഗോൾഡ്, ആസ്റ്റർ, വിങ്ക, സീനിയ, സൂര്യകാന്തി, ബോഗൻവില്ല തുടങ്ങി സ്വദേശിയും വിദേശിയുമായ 30-ലേറെ ഇനത്തിലുള്ള 10,000-ലേറെ പുഷ്പങ്ങൾ ആസ്വദിക്കാം. മലമ്പുഴ ഡാമിൽ മുൻകാലത്തുണ്ടായിരുന്ന തോണിയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ പോയിന്റ്, സെൽഫി കോർണർ, വാട്ടർ ഫൗണ്ടേഷൻ, മ്യൂസിക് ഫൗണ്ടൻ എന്നിവ ആകർഷകമാകും. കലാ സാംസ്കാരിക പരിപാടികളും ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട്. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് കൽപ്പാത്തിയുടെ മികച്ച ഭൂപടം തയ്യാറാക്കിയതിന് DTPC ഒരുക്കിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തേങ്കുറിശി സ്വദേശി KS ഭാവനയ്ക്കാണ് ഒന്നാം സമ്മാനം. മലയാള മനോരമ ആർട്ടിസ്റ്റ് അർജുൻ മറോളിക്ക് പ്രോത്സാഹനം സമ്മാനം ലഭിച്ചു. ഉദ്യാനത്തിലെ 400ഓളം വരുന്ന HR തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് എ പ്രഭാകരൻ MLAയും കളക്ടർ ഡോക്ടർ എസ് ചിത്രയും അറിയിച്ചു. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുകയോ കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ അനുവദിക്കുകയോ വേണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. നിലവിൽ 10-ൽ താഴെ ദിവസം മാത്രമാണ് ജോലി ലഭിക്കുക. പുഷ്പമേളയ്ക്കായി പ്രയത്നിച്ച തൊഴിലാളികളെ ഉൾപ്പെടെ പ്രശംസിച്ചു. ഇന്ത്യയിൽ ആദ്യമായി വനിതാ റെസ്റ്റ് ഹൌസ് എന്ന ആശയം സർക്കാർ തലസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് 3 കോടി വിനിയോഗിച്ച് നിർമ്മിച്ച വടക്കഞ്ചേരി പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്ക് പൂർത്തീകരണ ഉദ്ഘാടനം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെസ്റ്റ് ഹൌസുകൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം അവയുടെ പരിപാലനത്തിന് മാറ്റിവെക്കാൻ ആലോചനയുണ്ട്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വലിയ ചുവടുവെപ്പുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി താമസ സൗകര്യങ്ങളുടെ കുറവ് പരിഹരിച്ച് കുറഞ്ഞ ചെലവിൽ താമസം ലഭിക്കുന്നതിനും
നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ PWD റെസ്റ്റ് ഹൌസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് 2021 നവംബറിൽ ആരംഭിച്ചു. 2 വർഷത്തിനിടയിൽ റെസ്റ്റ് ഹൌസുകളിൽ നിന്ന് അധിക വരുമാനമായി 12.88 കോടി രൂപയാണ് ലഭിച്ചത്. 2.96 ലക്ഷം പേരാണ് 400 രൂപ നിരക്കിൽ ഓൺലൈനായി മുറികൾ ബുക്ക് ചെയ്തത്. മണ്ഡലത്തിൽ മാത്രം 7.91 ലക്ഷം രൂപയാണ് ഓൺലൈൻ ബുക്കിംഗിലൂടെ ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. PP സുമോദ് MLA അധ്യക്ഷനായി. മുൻ മന്ത്രി AK ബാലൻ മുഖ്യ അതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് ചിറ്റൂർ പൊതുനഗരം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീം സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ്, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VJ ഉസനാർ, ബ്ലോക്ക് പഞ്ചായത്ത് വനജ രാധാകൃഷ്ണൻ, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം VA അൻവർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്കാര ഗീതാജ്ഞാനയജ്ഞം ഇന്നു മുതൽ. ചിന്മയ മിഷൻ പരമാചാര്യൻ സ്വാമി ചിന്മയാനന്ദയുടെ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ചിന്മയ മിഷൻ ഗ്ലോബൽ ഹെഡ് സ്വാമി സ്വരൂപാനന്ദയുടെ ആചാര്യതയിലുള്ള ആത്മീയ സമ്മേളനം സംസ്കാര ഗീതാജ്ഞാനയജ്ഞത്തിന് ഇന്ന് തുടക്കം. ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ വേദിയിൽ 30 വരെ നടക്കുന്ന യജ്ഞം ഇന്ന് വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തെ ആസ്പദമാക്കി ഇംഗ്ലീഷിലാണ് യജ്ഞം. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഭജന, സംസ്കാരയുടെ ഗീത അവതരണം എന്നിവ നടന്നു. തുടർന്നാണ് ആത്മീയ സമ്മേളനത്തിന് ഗവർണർ തിരിതെളിയിച്ചത്. S സേതുമാധവൻ, ചിന്മയ മിഷൻ കേരള ഹെഡ് സ്വാമി വിവിക്താനന്ദ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് 6 മുതൽ 7:30 വരെ ഭഗവത്ഗീത കർമ്മയോഗത്തിൽ സമ്മർദ്ദമില്ലാതെ വിജയം എന്ന വിഷയത്തിൽ സ്വാമി സ്വരൂപാനന്ദ പ്രഭാഷണം നടത്തും. ദിവസവും വൈകിട്ട് 6 മുതൽ 7:30 വരെയാണ് ഗീതാ പ്രഭാഷണം. ആത്മീയ സമ്മേളനത്തിൽ നാളെ നാരീ ശാക്തി ദിനം നാരായണീയ ദിനമായി ആഘോഷിക്കും. രാവിലെ 9-ന് പാലക്കാട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി അശേഷാനന്ദയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടായിരിക്കും. 9:15 മുതൽ 11 വരെ നാരായണീയ പാരായണം, ആചാര്യന്മാരെ ആദരിക്കൽ ചടങ്ങുകൾ എന്നിവ നടക്കും. 11:30-ന് സെമിനാർ, 2-ന് ക്ഷേത്ര വനിതാ സമിതികളുടെ തിരുവാതിരക്കളി, പുരസ്കാര സമർപ്പണം, 5:30-ന് ഗീതാപാരായണം, 6-ന് ഗീതാ പ്രഭാഷണം, 7:30-ന് ഗീതാപാരായണ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം, ചടങ്ങുകൾ എന്നിവ നടക്കും. 30 വരെ നീണ്ടു നിൽക്കും. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് ലഭിച്ച വെള്ളത്തിൽ 2.196 TMCയുടെ കുറവ്. സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട വെള്ളത്തിലുണ്ടാകുന്ന കുറവ് കാരണം നെൽകൃഷി ഉണക്കത്തിലേക്കും ജില്ലയുടെ കിഴക്കൻ മേഖല കടുത്ത ശുദ്ധജലക്ഷാമത്തിലേക്കും നീങ്ങുകയാണ്. ഉന്നതതല ഇടപെടൽ നടത്തി സംസ്ഥാനത്തിന് അർഹമായ വെള്ളം നേടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ജലപ്രതിസന്ധി രൂക്ഷമാകും. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ നീളുന്ന ജലവർഷത്തിൽ 2.75 TMC വെള്ളമാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത്. ജലസേചന വകുപ്പിന്റെ കണക്കിൽ ഇന്നലെ വരെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വെള്ളത്തിന്റെ അർഹമായ അളവ് 5.670 TMC ആണ്. എന്നാൽ ഇന്നലെ വരെ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച വെള്ളത്തിന്റെ അളവ് 3.474 TMC വെള്ളം മാത്രമാണ്. കേരളത്തിന് മണക്കടവ് വീർ വഴി ഇന്നലെ ലഭിക്കേണ്ട വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 383 ക്യൂസെക്സ് ആണ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ലഭിച്ച വെള്ളത്തിന്റെ അളവ് 243 ക്യൂസെക്സ് മാത്രമായിരുന്നു. സെക്കൻഡിൽ 140 ക്യൂസെക്സിന്റെ കുറവാണ് ഇന്നലെ മാത്രമുള്ളത്. മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം അണക്കെട്ടിൽ മാത്രം ഇന്നലത്തെ കണക്കനുസരിച്ച് 11.82 TMC വെള്ളമുണ്ട്. പറമ്പിക്കുളത്തെ തന്നെ തൂണക്കടവ്, പെരുവാളിപ്പള്ളം അണക്കെട്ടുകളിലായി 1.10 TMC വെള്ളമുണ്ട്. കൂടാതെ പറമ്പിക്കുളം ആളിയാർ കരാറിന്റെ ഭാഗമായി ആളിയാർ അണക്കെട്ടിൽ 1.66 TMC വെള്ളവുമുണ്ട്. മഴയിൽ കുറവുണ്ടായി എന്ന കാരണം പറഞ്ഞാണ് തമിഴ്നാട് ജലവിഭാഗ വകുപ്പ് കേരളത്തിന് അർഹമായ വെള്ളം നിഷേധിക്കുന്നത്. കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത പാലക്കാട് ഭൂരേഖ തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തു. തഹസിൽദാരുടെ അധിക ചുമതല വഹിച്ചിരുന്ന V സുധാകരനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത്. സ്വകാര്യ മാൾ ഉടമയോട് 5 ലക്ഷം രൂപ ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായ 50,000 രൂപ കൈപ്പറ്റുന്നതിനിടെ ഇയാൾ വിജിലൻസിന്റെ പിടിയിലായി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് മാൾ ഉടമയോട് പ്രതി കൈക്കൂലി ആവശ്യപ്പെട്ടത്. പണത്തിന് പുറമെ വിദേശ മദ്യവും കേക്കും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. വലിയ തുക കൈക്കൂലിയായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാൾ ഉടമ വിജിലൻസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ നീക്കത്തിലാണ് ഇയാൾ പിടിയിലായത്. തുടർന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് കളക്ടർ സസ്പെൻഡ് നടപടി സ്വീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. നവംബർ 1 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കും. വിവരശേഖരണം, പരിശീലനം, മൂല്യനിർണ്ണയം, മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും വികസിപ്പിക്കൽ എന്നിവയ്ക്ക് നടപടികൾ ആരംഭിച്ചു. NCC, NSS, സാമൂഹ്യ സന്നദ്ധ സേന, കുടുംബശ്രീ, യുവജനക്ഷേമ ബോർഡ് വോളണ്ടിയർമാരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കും. ഫെബ്രുവരി 1 മുതൽ 7 വരെ സംസ്ഥാന വ്യാപകമായി വിവരശേഖരം നടത്തും. ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെ പഠിതാക്കൾക്ക് പരിശീലനം നൽകും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില സിലബസ് തയ്യാറാക്കി കഴിഞ്ഞു. ഓഗസ്റ്റിൽ പരിശീലനം ലഭിച്ച പഠിതാക്കളുടെ മൂല്യനിർണ്ണയം നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നിയോജക മണ്ഡലം, ജില്ല എന്നീ തലങ്ങളിലെ പൂർത്തീകരണ പ്രഖ്യാപനം ഒക്ടോബറിൽ നടക്കും. സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതായുള്ള പ്രഖ്യാപനം നവംബർ 1 നടത്തും. യോഗത്തിൽ മന്ത്രിമാരായ MP രാജേഷ്, V ശിവൻകുട്ടി, R ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ബസ്സുകളിലെ കയറും കമ്പിയും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിലെ വാതിലുകളിൽ ഉപയോഗിക്കുന്ന കയറും കമ്പിയും യാത്രക്കാർക്ക് ഭീഷണിയാവുന്നു. വാതിലുകൾ തുറക്കുന്നതിനായി 1.5 അടിയോളം നീളത്തിൽ സ്ഥാപിക്കുന്ന കമ്പികളും വാതിൽ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന കയറുകളും മിക്കപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. ചില ബസ്സുകളിൽ വാതിലിന്റെ ഹാൻഡിൽ താഴേക്ക് അമർത്തുകയോ മുകളിലേക്ക് വലിക്കുകയോ ചെയ്യുന്ന രീതിയിലാണ് നീളമേറിയ കമ്പി സ്ഥാപിക്കുന്നത്. എന്നാൽ ഇത് താഴേക്ക് അമർത്തുന്ന രീതി പലപ്പോഴും അപകടകരമാണ്. ബസ്സുകൾ ഫിറ്റ്നസിന് പോകുമ്പോൾ ഇത്തരം കമ്പികൾ മുകളിലേക്ക് വലിക്കുന്നതാണെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് അനുവദിക്കാറുള്ളൂ. കഴിഞ്ഞ ആഴ്ച നൂറണിയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികൻ തെറിച്ചു വീണ് മരിച്ചതും വാതിലിലെ ഇത്തരം കമ്പി മൂലമാണ്. തിരക്കേറിയുള്ള സമയങ്ങളിൽ ഫുട്പാഡിൽ നിൽക്കുന്നവർ അറിയാതെ വാതിലിലെ കമ്പിയിൽ അമർത്തുന്നത് മൂലം വാതിൽ തുറക്കുകയും യാത്രക്കാർ തെറിച്ചു വീഴുന്ന സ്ഥിതിയുമാണ്. ഇതിനു പുറമെയാണ് വാതിലുകൾ അടയ്ക്കാനായി കയറുകൾ കെട്ടിവെക്കുന്നുണ്ടെങ്കിലും യാത്രക്കാർ ശ്രദ്ധിച്ച് ഇറങ്ങിയില്ലെങ്കിൽ കയർ കഴുത്തിൽ കുരുങ്ങുന്ന സ്ഥിതിയാണ്. ദീർഘദൂര ബസ്സുകളിലും KSRTC ബസ്സുകളിലുമെല്ലാം ഓട്ടോമാറ്റിക് വാതിലുകൾ ഉണ്ടെങ്കിലും മിക്ക ബസ്സുകളിലും ഇപ്പോഴും മാനുവൽ ഡോറുകളാണ്. എന്നാൽ സ്വകാര്യ ബസ്സുകളിലെ മിക്കതിലും ഓട്ടോമാറ്റിക് ഡോർ പ്രവർത്തനരഹിതമാണ്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സിൽ നിന്നും യാത്രക്കാർ തെറിച്ചു വീണ സംഭവങ്ങൾ നിരവധിയാണ്. അകത്തേത്തറ, ചിറ്റൂർ, പുതുനഗരം ഭാഗങ്ങളിൽ വാതിലിൽ നിന്നും തെറിച്ചു വീണ ജീവൻ നഷ്ടപ്പെട്ടവരേറെയാണ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം കുറച്ചു ദിവസം പേരിന് പരിശോധനകൾ നടത്തുന്നതൊഴിച്ചാൽ നാളുകൾ കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെയാവും. ഗ്രാമീണ മേഖലകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് വാതിൽ അടയ്ക്കുന്നത്. രാവിലെയും വൈകിട്ടും മിക്ക ബസ്സുകളിലും ഫുട്ബോർഡിൽ യാത്രക്കാർ തൂങ്ങി പിടിച്ചാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല, കോവിഡ് കാലത്തിന് ശേഷം ബസ്സുകളിൽ ക്ലീനർമാരുടെ സേവനവും ഇല്ലാതായി തുടങ്ങി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം നഷ്ടത്തിലാണെന്ന് പറയുമ്പോഴും വാതിലുകളിലെ ചില തരികിട സംവിധാനങ്ങൾ യാത്രക്കാർക്ക് അപകടകാരിയായി മാറുകയാണ്. GN ഉർസെ അജ്മീറിന്റെ മുന്നോടിയായി പന്തൽക്കാൽ നാട്ടൽ കർമ്മം സഹിത്വാഹ തങ്ങൾ തിരുവേഗപ്പുറ നിർവഹിച്ചു. ഗരീബ് നവാസ് മാനവികതയുടെ മുഖം എന്ന പ്രമേയത്തിൽ ജനുവരി 27, 28 തീയതികളിൽ വിവിധ പരിപാടികളോടെ GN അജ്മീർ ഉറൂസ് പരിപാടികൾ നടക്കും. കൊപ്പം ഗരീബ് നവാസ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്ന പന്തൽക്കാൽ നാട്ടൽ കർമ്മത്തിൽ K ഉമർ മദനി വിളയൂർ, SA തങ്ങൾ കൊപ്പം, സയ്യിദ് കുഞ്ഞി സീതിക്കോയ തങ്ങൾ കുലുക്കല്ലൂർ, ഇസ്മാഉൽ ഹാജി പൈലിപ്പുറം, മൊയ്തീൻകുട്ടി
അൽ ഹസനി കണ്ടേങ്കാവ്, ഹാഫിൽ ഉസ്മാൻ വിളയൂർ, മുഹമ്മദ് കുട്ടി അൻവരി പുലാശ്ശേരി, മുസ്തഫ സദി കീഴുമുറി, ഉബൈദുള്ള ഹാജി ആമപ്പൊറ്റ, ഉമർ അൽ ഹസനി മുളയങ്കാവ്, ഹംസ സഖാഫി കോഴിയക്കോട്ടിരി, യൂസഫ് സഖാഫി വിളയൂർ, താഹിർ സഖാഫി ആമയൂർ, ഷഫീഖ് തെക്കുമ്മല, ഷിഹാബ് കരിങ്ങനാട്, അഷ്റഫ് ആമയൂർ എന്നിവർ സംബന്ധിച്ചു. 74-ാം വയസ്സിൽ കഥകളിയിൽ അരങ്ങേറ്റം നടത്തി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ പുതുപരിയാരം ഭഗവതി നഗർ സരസ്വതി ഭവനിൽ സരസ്വതി സുകുമാരൻ. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന കളിയരങ്ങിൽ ലവണാസുര വധത്തിലെ സീതയായാണ് വേഷം ചെയ്തത്. കലാമണ്ഡലം നാരായൺകുട്ടിയാണ് ഗുരു. കലയോടുള്ള ഈഴയടുപ്പമാണ് ഈ പ്രായത്തിലും നേട്ടം സാധ്യമാക്കിയത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മ്യൂറൽ പെയിന്റിംഗ്, ജ്വല്ലറി മേക്കിംഗ്, തിരുവാതിരക്കളി തുടങ്ങിയ ഒട്ടേറെ രംഗങ്ങളിൽ സജീവമാണ്. വീട് ആർട്ട് ഗാലറി പോലെ മനോഹരമാണ്. അത്രമാത്രം ചിത്രങ്ങൾ ഇവരുടെ കലാനൈപുണ്യത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രായത്തെ വെല്ലുന്ന സർഗാത്മകത കലാജീവിതത്തിനും മാറ്റുകൂട്ടി. ഇവരുടെ മക്കളും വിവിധ കലകളിൽ കുട്ടിക്കാലം മുതൽ മികവറിയിച്ചവരാണ്. മകൾ ഇപ്പോഴും നൃത്തനൃത്യങ്ങളിൽ സജീവമാണ്. ഭർത്താവ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ കോങ്ങാട് ചങ്ങരത്ത് സുകുമാരൻ. മക്കൾ സീന, സുജിത്ത്. കഥകളി അരങ്ങിൽ സജീവമാകാനാണ് ആഗ്രഹം. മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ സ്ത്രീ ശക്തിയായി CRPF-ലെ 9 അംഗ മലയാളി സംഘം. ഇതിൽ 5 പേർ പാലക്കാട്ടുകാരാണ്. മേപ്പറമ്പ് കുരിശാകുളത്തെ ഡി വിനീത, മുട്ടിക്കുളങ്ങരയിലെ രേഷ്മ മണികണ്ഠൻ, എരുത്തേമ്പതിയിലെ ഐശ്വര്യ അശോകൻ, കൊല്ലങ്ങോട് വടവന്നൂരിലെ ജാൻസി നാരായണൻ, കുളപ്പുള്ളിയിലെ പി അഞ്ജു എന്നിവരും കണ്ണൂർ ഇരിട്ടിയിലെ സീനിയ തോമസ്, തിരുവനന്തപുരം വെന്നിക്കോട് സ്വദേശി രേഷ്മ സജിൻ, തൃശൂർ കുന്നംകുളത്തെ ലീമ വിജയൻ, കൊല്ലം കോയിവിള സ്വദേശി അനശ്വര വി ശിവൻ എന്നിവരുമാണ് കേരളത്തിന്റെ അഭിമാനമായി പരേഡിൽ പങ്കെടുക്കുന്നത്. ഡൽഹിയിലെ 3 ഡിഗ്രി തണുപ്പ് പോലും വകവയ്ക്കാതെ പുലർച്ചെ 2:30 ഉണർന്ന പരിശീലനം നടത്തിയാണ് സംഘം പരേഡിന് തയ്യാറെടുക്കുന്നത്. രാവിലെ ഇന്ത്യ ഗേറ്റിലും വൈകിട്ട് ഹരിയാന GC ഗുരുഗ്രാം ഗ്രൗണ്ടിലുമാണ് ഇവരുടെ പരിശീലനം. CRPF-ന്റെ കരുത്തുറ്റ 213 മഹിളാ ബറ്റാലിയനിലെ അംഗങ്ങളായ ഇവർ പരേഡിലും പരിശീലനത്തിലും മികവ് തെളിയിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരമൊരുങ്ങിയത്. CRPF-ന്റെ കരുത്തുറ്റ 213 മഹിളാ ബറ്റാലിയനിലെ അംഗങ്ങളായ ഇവർ പരേഡിലും പരിശീലനത്തിലും മികവ് തെളിയിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരമൊരുങ്ങിയത്. 2021 ബാച്ചിലാണ് 9 പേരും CRPF-ന്റെ ഭാഗമാകുന്നത്. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF കേന്ദ്രത്തിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പരേഡിൽ CRPF കമാൻഡോ ടീമിനൊപ്പം കേരളത്തിന്റെ അഭിമാനമുയർത്തുന്ന പ്രകടനം നടത്തുന്നുവെന്ന് ഇവർ ഒരുമിച്ച് പറയുന്നു. നെല്ലായ മഞ്ചക്കല്ലിൽ പ്രവർത്തിക്കുന്ന ദിൽഷാദ് മരമില്ലിൽ വൻ തീപിടുത്തം. മില്ലിനുള്ളിലെ 2 മെഷീൻ യൂണിറ്റുകൾ പൂർണ്ണമായും, ഒരു മെഷീൻ യൂണിറ്റ് ഭാഗികമായും കത്തിനശിച്ചു. മില്ലിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയും മിനി ലോറിയും അഗ്നിക്കിരയായി. മില്ലിന് സമീപം കൂട്ടിയിട്ടിരുന്ന മരത്തടികളും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. ആളപായമില്ല. തീപിടുത്ത കാരണം അറിവായിട്ടില്ല. ഇന്നലെ പുലർച്ചെ 3-നാണ് തീപിടുത്തമുണ്ടായത്. മില്ലിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ആദ്യം കണ്ടത് പുലർച്ചെ ചെർപ്പുളശ്ശേരി പട്ടാമ്പി റോഡിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന യാത്രക്കാരാണ്. ഉടൻ ഷൊർണൂരിലെ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി നാസറിന്റെ നേതൃത്വത്തിൽ എത്തിയ യൂണിറ്റാണ് തീയണയ്ക്കാൻ തുടങ്ങിയത്. തുടർന്ന് പട്ടാമ്പി, കോങ്ങാട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റുകളും സ്ഥലത്തെത്തി. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാവിലെ 6-നാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. മില്ലിനടുത്ത് കൂട്ടിയിട്ടിരുന്ന മരത്തടികളിലേക്കാണ് ആദ്യം തീ പടർന്നതെന്നാണ് സൂചന. കൂട്ടിയിട്ട മരത്തടികൾ തീ ആളിപ്പടരാതിരിക്കാൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മരത്തടികൾ മാറ്റിയിട്ടു. ഉടമ അബു താഹിന്റെ പരാതിയിൽ ചെർപ്പുളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ചെർപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ് തുടങ്ങിയവരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. ശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ്. ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരം, പാലച്ചോട്, തോടുകുഴി, തൃക്കളൂർ, കല്ലംകുളം എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലും തോടുകുഴി ഉത്സവ പരിസരത്തെ കടകളിലും പരിശോധന നടത്തി. വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ശുചിത്വ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ CM രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബാലകൃഷ്ണൻ, സ്വരൂപ് MP, അബ്ദുൾ ലത്തീഫ് P എന്നിവരാണ് പരിശോധന നടത്തിയത്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. അസൗകര്യത്താൽ വീർപ്പുമുട്ടിയ ചിറക്കൽപ്പടിയിലെ തൃക്കള്ളൂർ GMLP സ്കൂളിന് 15 സ്ഥലം കൂടി സ്വന്തമായി. ഒരു കാലത്ത് വിദ്യാർത്ഥികളില്ലാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട സ്കൂൾ ഇന്ന് മാറ്ററിഞ്ഞ വിദ്യാലയമാണ്. അതിന് സൗകര്യമൊരുക്കുന്നത് PTA പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷനും. 1948 ചൂരിയോട് പുഴയ്ക്ക് സമീപം നെച്ചുള്ളി തറവാട്ടുവീട്ടിൽ നാണുനായരിലൂടെ ഏകാധ്യാപക വിദ്യാലയമായിട്ടാണ് സ്കൂളിന്റെ തുടക്കം. പതുക്കെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. 2000 വരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു. അന്നത്തെ PTA-യും നാട്ടുകാരൻ പുരേണ ഹംസകുട്ടിയും മുൻകൈയെടുത്ത് സ്കൂളിനായി പ്രദേശവാസി ഗോപി നായരിൽ നിന്ന് 20 സെന്റ് സ്ഥലം വാങ്ങി. ഒപ്പം 5 സെന്റ് സ്ഥലം സൗജന്യമായും ഗോപി നായർ നൽകി. പിന്നീട് DPEP ഫണ്ട് ഉപയോഗിച്ച് 5 ക്ലാസ് മുറികളോടെ കെട്ടിടം പണിതു. പിന്നീട് ശുചിമുറിയും പാചകപ്പുരയും വന്നു. സൗകര്യം വന്നതോടെ വിദ്യാർത്ഥികളും വർദ്ധിച്ചു. പ്രീ പ്രൈമറിയും തുടങ്ങിയതോടെ സൗകര്യങ്ങൾ പോരാതായി. അതോടെ വീണ്ടും കുറച്ച് ഭൂമി വാങ്ങാൻ തീരുമാനമായി. പൂർവ്വ വിദ്യാർത്ഥികളും ഇതിന് പിന്തുണ നൽകി. PTA പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ CT അലി അബൂബക്കർ എന്ന ഭാവിക, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ A ബാലചന്ദ്രൻ, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ജനറൽ കൺവീനർ മുഹമ്മദ് ചെറൂട്ടി, ഫിറോസ് കഞ്ഞിച്ചാലിൽ, പ്രവാസികളായ പൂർവ്വ വിദ്യാർത്ഥികൾ, പ്രധാന അധ്യാപകർ ഡോക്ടർ NV ജയറാം എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിനോട് ചേർന്ന 15 സെന്റ് സ്ഥലം വാങ്ങി. മുൻപ് സ്കൂളിനായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ഗോപിനായരുടെ മകൻ സുധീറിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം നടത്തി. 18 കുട്ടികളുമായി അടച്ചുപൂട്ടൽ നേരിട്ട സ്കൂളിൽ ഇന്ന് 90 കുട്ടികൾ പഠിക്കുന്നു. അധ്യാപകരും അനധ്യാപകരുമായി 5 പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പുതിയ സ്ഥലത്ത് 10 ക്ലാസ് മുറികൾ, ഡിജിറ്റൽ ലൈബ്രറി ഹാൾ അടക്കമുള്ള കെട്ടിടം പണിയണമെന്നും നിലവിൽ ബലക്ഷയം നേരിടുന്ന കെട്ടിടം പൊളിച്ചു നീക്കി കുട്ടികൾക്ക് മൈതാനം ഒരുക്കണമെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. പൊതുവിദ്യാലയ സംരക്ഷണത്തിലൂടെ ഇത് നടപ്പാകുമെന്ന വിശ്വാസത്തിലാണ് ഒരു നാട് മുഴുവൻ. ഇനി അല്പം ആരോഗ്യം. ധാരാളം പോഷകമൂല്യമുള്ള ഒന്നാണ് സൂര്യകാന്തി വിത്ത്. ഡയറ്റിൽ സൂര്യകാന്തി വിത്ത് ഉൾപ്പെടുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇരുമ്പിന്റെ കലവറയായ സൂര്യകാന്തി വിത്തുകൾ ഹൃദയത്തിന് ഗുണങ്ങൾ നൽകുന്ന മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ കേന്ദ്രമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ മോശം കൊളസ്ട്രോൾ അടഞ്ഞുകൂടുന്നത് തടയുന്നു. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരും ക്ഷീണമുള്ളവരും ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് വിദഗ്ധർ പറയുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ മഗ്നീഷ്യത്തിന്റെ ഉറവിടമാണ് സൂര്യകാന്തി വിത്ത്.
വൈറ്റമിൻ ഇ, സിങ്ക്, സെലിനിയം എന്നിവയുടെ സാന്നിധ്യം രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാണ്. കൂടാതെ ശരീരഭാരം കുറയ്ക്കുന്നതിനും സൂര്യകാന്തി വിത്തുകൾ കഴിക്കാവുന്നതാണ്. ഇതിലെ ഉയർന്ന പോഷകാംശവും കുറഞ്ഞ കലോറിയുമാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. തലമുടി കൊഴിയുന്നവർക്കും സൂര്യകാന്തി വിത്തുകൾ ഉത്തമ പരിഹാരമാണ്. ചർമ്മ സംരക്ഷണത്തിനും സൂര്യകാന്തി വിത്തുകൾ വലിയ പങ്ക് വഹിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ 1ാം സ്ഥാനം പാലക്കാട് ഏജൻസിയുടെ ടിക്കറ്റിന്. മലമ്പുഴ പുഷ്പമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. രാജ്യത്തെ ആദ്യ വനിതാ റെസ്റ്റ് ഹൌസ് കേരളത്തിൽ നടപ്പാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ചിന്മയ മിഷൻ ഗീതാജ്ഞാനയജ്ഞം ഇന്നു മുതൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.